നമസ്കാരം, ഞാൻ ഹേമ മാത്യു, ആൻസ് ബ്യൂട്ടി പാർലർ, ചങ്ങൻകുളങ്ങര, ഓച്ചിറ. ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു കൂൾ ഓയിൽ മസാജിങ് ആണ്. സാധാരണ എല്ലാവരും ഹോട്ട് ഓയിലാണ് ചെയ്യുന്നത്. കൂൾ ഓയിൽ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിലാക്സേഷൻ, സ്ട്രെസ്സ്, ടെൻഷൻ ഇതെല്ലാം മാറുന്നതിന് വേണ്ടിയിട്ട്, ഒരു റിലാക്സേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂൾ ഓയിൽ മസാജിങ് ചെയ്യുന്നത്. അത് എങ്ങനെയാണെന്ന് നോക്കാം. കൂൾ ഓയിലിന് എടുത്തിരിക്കുന്ന ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ എണ്ണയ്ക്കകത്ത് മിൻറ്റ്, തുളസി, കറ്റാർവാഴ, ഇതിൻ്റെ ജെല്ല് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ലതുപോലെ ചൂടാക്കിയെടുത്ത ഒരു ഓയിലാണിത്. ഇത് നമ്മൾ സ്കാൾപ്പിൽ തേച്ച് ഒരു 20 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അതിനുശേഷം മസാജിങ് കൊടുക്കുക. ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. റൂട്ടിലെല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിക്കുക. ഇത് ഉറക്കക്കുറവുള്ളവർക്ക് ഏറ്റവും ഉത്തമമായ ഒരു ട്രീറ്റ്മെൻറ്റാണ് കൂൾ ഓയിൽ മസാജിങ്. ഇതിപ്പോൾ സ്കാൾപ്പിലെല്ലാം തേച്ച് പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നല്ലതുപോലെ ചീകി എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്യിക്കുക. ചെയ്യുമ്പോൾ സ്കാൾപ്പോട്ട് നല്ലതുപോലെ അമർത്തി വേണം ചെയ്യാനായിട്ട്. അത് ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും. എണ്ണ എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മസാജിങ് തുടങ്ങാം. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം. ഇത് കുറച്ച് ഓയിലെടുത്ത് ഈ ബാക്ക് ഭാഗത്തു നിന്നാണ് തുടങ്ങേണ്ടത്. ഇവിടെ ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ഷേപ്പിൽ വേണം ചെയ്യാൻ. അതിനുശേഷം മുടിയുടെ എല്ലാ റൂട്ടിലും എത്തത്തക്ക രീതിയിൽ നല്ലതുപോലെ പ്രസ് ചെയ്ത് വേണം മസാജിങ് കൊടുക്കുക. എന്നിട്ട് നടുക്ക് പോർഷനിൽ കൊണ്ടുവന്ന് നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതൊരു 10 മിനിറ്റോളം ഈ മസാജിങ് തുടരണം. എത്ര ഉറക്കം കിട്ടുന്നില്ലെന്ന് പറയുന്നവർക്ക് നല്ലതുപോലെ ഉറങ്ങാൻ പറ്റുന്നൊരു കൂൾ ഓയിൽ മസാജിങ് ആണിത്.
തലയിലാണ് മസാജ് ചെയ്യുന്നതിൽ മസാജ് കുറച്ച് ഷോൾഡർ മുതൽ ബാക്ക് ഭാഗം വരെ നല്ലതുപോലെ മസാജ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നമ്മളിപ്പോൾ സാധാ മസാജിങ് കഴിഞ്ഞു. ഇനി ഒരു റിലാക്സിങ് മസാജിങ് ഉണ്ട്. അതാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ സ്ലോയിൽ ചെയ്ത് പോകുന്ന ഒരു മസാജിങ് ആണ്. അത് കസ്റ്റമർക്ക് വളരെയധികം ടെൻഷനെല്ലാം മാറിക്കിട്ടും. വളരെ സ്ലോ ആയിട്ട് വേണം അത് മസാജ് ചെയ്ത് കൊടുക്കാൻ. ഇത് ഇവിടെ മുകളിൽ നിന്ന് തുടങ്ങി താഴെ വരെയാണ് ഇതിൻ്റെ മസാജിങ്. ഈ റിലാക്സിങ് മസാജ് ടെൻഷന്, ഒരു ചെറിയ തലവേദന ഇതൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടാൻ വളരെയധികം പ്രയോജനമുള്ളൊരു മസാജിങ്ങാണിത്. ഇത് ചെയ്യുമ്പോൾ ചെവിയുടെ ബാക്ക് ഭാഗം, ഷോൾഡർ, ബാക്ക് ബോൺ പ്രസ് ചെയ്തുള്ള മസാജിങ്ങാണ് എടുത്തത്. നമ്മുടെ റിലാക്സിങ് മസാജിങ് കഴിഞ്ഞു. ഇനി നമ്മൾ ഒരു വൈബ്രേറ്റിംഗ് മസാജിങ്ങാണ് ചെയ്യുന്നത്. അത് നമ്മൾ മെഷീൻ വഴിയാണ് ചെയ്യുന്നത്. വൈബ്രേറ്റിംഗ് മസാജിങ് ജസ്റ്റ് കൈ ഇങ്ങനെ ഓർത്ത് കൊടുത്താൽ മാത്രം വൈബ്രേറ്റ്. ഏകദേശം ഒരു 10 മിനിറ്റോളം വൈബ്രേറ്റിംഗ് മസാജിങ് കഴിഞ്ഞു. ഇനി നമ്മളിത് മുടി നല്ലതുപോലെ കെട്ടിവെച്ച് ഒരു 20 മിനിറ്റ് നേരം കണ്ണടച്ച് റെസ്റ്റ് എടുത്തിരുന്നാൽ മാത്രം മതി. ടെൻഷൻ, സ്ട്രെസ് ഇതെല്ലാം മാറി നല്ല റിലീഫ് കിട്ടും. നമ്മൾ 20 മിനിറ്റ് നേരം ഇത്
വൈബ്രേറ്റർ മസാജും കഴിഞ്ഞു. അതിനുശേഷം ഇനി നമ്മൾ റെസ്റ്റ് എടുക്കുവാണ്. അതിനുശേഷം നമ്മൾ നല്ലതുപോലെ തണുത്ത വെള്ളത്തിൽ വേണം ഇത് വാഷ് ചെയ്യാൻ. ഷാമ്പു ഒന്നും ഉപയോഗിക്കരുത്. ഷാമ്പു ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് കിട്ടുകയില്ല. ഒരു 2 ദിവസത്തേക്കെങ്കിലും ഷാമ്പു ഉപയോഗിക്കാതെ ഇരിക്കണം. എന്നാൽ മാത്രമേ ഇതിൻ്റെ എഫക്റ്റ് കിട്ടുകയുള്ളൂ. ഇത് നല്ലതുപോലെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നതിനും ടെൻഷൻ, സ്ട്രെസ്സ്, ചെറിയ തലവേദന ഇതെല്ലാം മാറ്റുന്നു, ഉറക്കമില്ലായ്മ ഇതെല്ലാം മാറ്റുന്നതിന് ഈ കൂൾ ഓയിൽ മസാജിങ് വളരെ നല്ലതാണ്.